സൺഡേ ആയതുകൊണ്ട് അമ്പാടിയുടെ അച്ഛനും വീട്ടിലുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ചോറിന് കുറച്ച് കിളിമീൻ കിട്ടിയിരുന്നു. അതൊന്ന് പൊരിക്കാന്ന് കരുതിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കാന്താരിമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കിട്ടിയ കിളിമീനൊക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീനൊക്കെ പൊരിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റിൽ തന്നെ പൊരിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട ഇഞ്ചിയും പച്ചമുളകും കാന്താരിയും കറിവേപ്പിലയും കൂടി പേസ്റ്റ് ആക്കിയതും കൂടി ഒന്ന് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടതിന് ശേഷം മസാലയെല്ലാം മീനിലൊന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതാ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആ മീനെല്ലാം ഒന്ന് പെറുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മസാല പുരട്ടിയതിന് ശേഷം മീൻ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, ഇല്ലെങ്കിലും കുറച്ച് സമയം പുറത്ത് തന്നെ ഒന്ന് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രം പൊരിക്കുക. കാരണം എന്നാൽ മാത്രമേ ആ മസാലയെല്ലാം മീനിലേക്കൊന്ന് പിടിക്കുകയുള്ളൂ. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കുമ്പോൾ കുറച്ച് കാന്താരിമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിരുന്നു. കാന്താരിമുളക് ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇല്ലാത്തവർ പച്ചമുളക് ഇട്ടാലും മതി. ഒരു ഭാഗം നന്നായി പൊരിഞ്ഞതിന് ശേഷം ഞാനൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മീനൊക്കെ നന്നായി പൊരിഞ്ഞ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീനാട്ടോ കിളിമീൻ, അല്ലെങ്കിൽ ഇതിന് പുതിയാപ്ല എന്നും നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയാന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ എങ്ങനെയാ മീൻ പൊരിക്കുക എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഇതുപോലെ മീൻ പൊരിക്കാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല രുചിയാണ്. ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ഇനി മീൻ പൊരിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്